അതിർത്തിയിലെ വെടിവെപ്പ് തുടരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ബിക്രം സിംഗ് രംഗത്തെത്തിയത്. മാപ്പർഹിക്കാനാകാത്ത നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സൈനികരുടെ മൃതദേഹം വികൃതമാക്കിയ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ബിക്രം സിംഗ് പറഞ്ഞു. ജനുവരി 6-ന് ഒരു സൈനിക നീക്കവും ഇന്ത്യ നടത്തിയിട്ടില്ല. പാകിസ്ഥാന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. എന്നാൽ പാക് ആക്രമണം ആസൂത്രിതമായിരുന്നു. ആക്രമണം തുടർന്നാൽ ഇന്ത്യ നോക്കിയിരിക്കില്ലെന്നും ഇന്ത്യ നിശ്ചയിക്കുന്ന സ്ഥലത്തും സമയത്തും വെച്ച് തിരിച്ചടിക്കുമെന്നും അതിനുള്ള അവകാശം ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു. We will uphold the ceasefire as long as the adversary upholds it. But we shall not be passive to being fired at. And therefore, when we are fired at, when we are provoked, we shall respond immediately, and also to acts of this kind, the heinous act which was committed on the 8th in Mendes sector. We reserve the right to retaliate at the time and place of choosing. 2013 മാത്രം പാകിസ്ഥാൻ 9 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ അതിർത്തിയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ പൂഞ്ചിലെ ചക്കൻതാബാഗിൽ ബ്രിഗേഡിയർ തല ചർച്ച നടന്നു. അരമണിക്കൂറിൽ താഴെ മാത്രം നടന്ന ചർച്ചയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ബ്രിഗേഡിയർ TS സന്ധുവാണ്. സൈനികരെ കൊലപ്പെടുത്തുകയും മൃതദേഹം വികൃതമാക്കുകയും ചെയ്ത നടപടിയിൽ ഇന്ത്യ പ്രതിഷേധമറിയിച്ചു. അറുത്തുമാറ്റപ്പെട്ട സൈനികന്റെ ശിരസ് തിരികെ ലഭിക്കണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിച്ചു. വെടിനിർത്തൽ കരാറിന്റെ ലംഘനം പാകിസ്ഥാൻ തുടരുന്നതിനെയും യോഗത്തിൽ ഇന്ത്യ അപലപിച്ചു. എന്നാൽ ഇന്ത്യയുടെ ആരോപണങ്ങൾ പാകിസ്ഥാൻ നിഷേധിച്ചു. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റക്കാരെ സഹായിച്ചിട്ടില്ലെന്നും സൈനികന്റെ മൃതദേഹം വികൃതമാക്കിയിട്ടില്ലെന്നുമായിരുന്നു യോഗത്തിൽ പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചത്. അതേസമയം 5 ദിവസമായി തുടരുന്ന നിരാഹാരം കൊല്ലപ്പെട്ട സൈനികൻ ഹേംരാജിന്റെ ബന്ധുക്കൾ പിൻവലിച്ചു. UP മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ ഇടപെടലിനെ തുടർന്നാണ് കുടുംബാംഗങ്ങൾ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. കുടുംബാംഗങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ചെക്ക് അഖിലേഷ് യാദവ് കൈമാറി. ER രാഗേഷ്, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.